Hello my dears, so today in this lesson, let us deal with an easy topic, adjectives. What do you know about adjectives? I know that you guys are familiar with the term adjectives. These are words that describe nouns. In other words, they describe place, people or things. And in schools, adjectives are often introduced as describing words. In short, we can say that an adjective is a word that qualifies a noun and certain pronouns. Adjectives എന്ന് പറഞ്ഞാൽ നാമവിശേഷണം എന്നാണ് അർത്ഥം. ഒരു സെന്റൻസിൽ നൗണായിട്ട് വരുന്ന ആളെ ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന ഒരു ടേം ഉണ്ടെങ്കിൽ അതിനെയാണ് adjectives എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് ഓൾഡ് മാൻ, ഗ്രീൻ ഫീൽഡ്. ഹിയർ വാട്ട് യു ക്യാൻ സീ ഈസ് ദാറ്റ് മാൻ എന്നുള്ളത് നൗൺ ആണ്. ആൻഡ് എങ്ങനെയുള്ള മാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? വയസ്സായ ഒരു മനുഷ്യൻ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ മാൻ എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്ത ടേം ഓൾഡ് എന്നതാണ്. സോ ഓൾഡ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആൻ അഡ്ജക്റ്റീവ്. അത് അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഈസ് ഗ്രീൻ ഫീൽഡ്. ഗ്രീൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫീൽഡ് എന്ന് പറയുന്ന ടേമിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ടേം ഗ്രീൻ എന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ആൻ അഡ്ജക്റ്റീവ്. Adjectives are usually used in two positions within a sentence. They may occur before or after the noun that they qualify, and the ones that appear before a noun are called attributive adjectives, and those that appear after the noun are called predicative adjectives. ഒരു സെന്റൻസിന്റെ രണ്ട് പൊസിഷനിലായിട്ടാണ് അഡ്ജക്റ്റീവ്സിനെ യൂസ് ചെയ്യുന്നത്. ഒന്ന് നൗണിന് തൊട്ട് മുൻപായിട്ടും രണ്ട് നൗണിന് ശേഷവും. സോ നൗണിന് മുൻപായിട്ട് അതിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അതിനെയാണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് നൗണിന് ശേഷം അതിനെ മോഡിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഐ ഷോ യു ആൻ എക്സാമ്പിൾ. ദ ബിഗ് ബോക്സ് കണ്ടെയ്ൻസ് ബുക്സ്. സോ ഹിയർ വാട്ട് ഈസ് ദ നൗൺ? ഹിയർ ബോക്സ് ഇസ് ദ നൗൺ. സോ ബോക്സ് എന്ന് പറയുന്ന ടേമിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് അതിന്റെ മുന്നേ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദ ബിഗ് ബോക്സ് കണ്ടെയ്ൻസ് ബുക്സ്. അതായത് വലിയ ബോക്സിനകത്ത് ബുക്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ബിഗ് എന്നുള്ളതാണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബിഗ് എന്ന് പറയുന്നത് നൗണിന് മുൻപായിട്ടാണ് വന്നത്. ബോക്സ് എന്ന് പറയുന്ന നൗണിന് മുൻപായിട്ട് യൂസ് ചെയ്തത് കൊണ്ട് അതിനെ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. They grew weary as time ticked by. So this is an example for predicative adjectives. ഇതിനകത്ത് നൗണായ ദേക്ക് ശേഷമാണ് adjective യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് predicative adjectiveന്റെ എക്സാമ്പിൾ ആണ്. അപ്പം ഒരുപാട് ടൈപ്സ് ഓഫ് adjectives ഉണ്ട്. Adjectives of quality, demonstrative adjectives, possessive adjectives, participle adjectives, adjectives of quantity, compound adjectives, distributive adjectives and a lot of types of other adjectives are there. Okay. So ടെക്സ്റ്റിലുണ്ട്. ഞാൻ ആ പേപ്പർ ഒന്ന് പ്രസന്റ് ചെയ്യാം. സോറി, ആ ഒരു പേജ് ഞാനങ്ങ് പ്രസന്റ് ചെയ്യാം. എന്നോടൊപ്പം അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. Adjectives of quality. They describe the noun to which they relate in terms of kind or quality. For example, smart boy, pretty picture, delicious dessert and heavy traffic. സോ ഗുണത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്വാളിറ്റീനെ കാണിക്കുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ബോയ് ആണെന്നാ പറയുന്നത്? ഹി ഈസ് എ സ്മാർട്ട് ബോയ്. സോ സ്മാർട്ട് ബോയ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ബോയ് എന്നുള്ളത് നൗണാണ്. സോ നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് എന്ന ടേം ആണ്. സോ ഒരാളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണത്തെ കാണിക്കുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. They are used to point out things that are being referred to. The pronouns one or ones may be used after this. Examples of these adjectives are this, that, these, those, such and same. In short, we can say that a demonstrative adjective is a special adjective, often called a determiner, that identifies a noun or pronoun by expressing its position as near or far, including in time. The demonstrative adjectives are this, that, these and those. And a demonstrative adjective always comes first in the noun phrase. This big dog or that ugly one in the corner. ഒന്നുമല്ല, ഈസിയാണ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം കാണുമല്ലോ. സോ ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് possessive adjectives. Possessive adjectives means these adjectives show ownership. Examples: my, mine, your, their, his, her, its.
ഇത് എന്റേതാണ്, അത് നിന്റേതാണ്, അത് അവളുടേതാണ് എന്നൊക്കെ നമ്മൾ ഉടമസ്ഥതയെ കാണിക്കുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് പോസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് പാർട്ടിസിപ്പൽ അഡ്ജക്റ്റീവ്സ്, they are formed by adding ing or ed or en to verbs. വെർബിനോട് ing അല്ലെങ്കിൽ ed en ചേർക്കുമ്പോൾ ഫോം ആവുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് പാർട്ടിസിപ്പൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇലുമിനേറ്റഡ് കോർണർ, ഡെസേർട്ടഡ് സ്ട്രീറ്റ്, സ്പാർക്ലിംഗ് വാട്ടർ, ഫോർബിഡൻ സിറ്റി. എങ്ങനെയുള്ള സിറ്റി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫോർബിഡൻ സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് പാർട്ടിസിപ്പൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് adjectives of quantity. They are used to quantify. ഒരു അളവിനെ കാണിക്കാനാണ് നമ്മൾ adjectives of quantity യൂസ് ചെയ്യുന്നത്. much, many, little, some, enough, sufficient, ample, half, whole, quarter, few. സോ ഇതൊക്കെ ഓരോ രീതിയിലുള്ള അളവുകൾ, മെഷർമെന്റ്സിനെ കാണിക്കുന്നതാണ്. സോ അതിനെയാണ് adjectives of quantity എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് compound adjectives. Two or more adjectives are joined to modify the noun. രണ്ടോ രണ്ടിലധികമോ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത് ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൾഡ് ഫാഷൻഡ് കോട്ട്. എങ്ങനെയുള്ള കോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഓൾഡ് ഫാഷൻഡ് ആണ്, പഴയ ഫാഷനിലുള്ള കോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ഓൾഡ് ഫാഷൻഡ് എന്നുള്ള രണ്ട് നൗൺസിനെ മോഡിഫൈ ചെയ്യാനായിട്ട്, ആ ഓൾഡ് ഫാഷൻഡ് എന്നുള്ള രണ്ട് ടേംസും അവിടെ അഡ്ജക്റ്റീവ്സ് ആണ്. സോ രണ്ട് വേർഡ്സ്, രണ്ട് അഡ്ജക്റ്റീവ്സിനെ ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടാണ് ഷർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോട്ട് എന്ന് പറയുന്ന ആ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾഡ് ഫാഷൻ കോട്ട്, മാൻ മെയ്ഡ് ഫാബ്രിക്, എ 5-page document, a part-time worker. So clear ayallo? I hope it is clear. Next is distributive adjectives. They refer to each one of a group of people or things. ഒരു കൂട്ടം ആളുകളെയോ ഒബ്ജക്റ്റിനെയോ കാണിക്കാനായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ദേ റെഫർ ടു ഈച്ച് വൺ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ തിങ്സ്. ഗ്രൂപ്പിലെ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറയില്ലേ, എയ്തർ, നെയ്തർ, ഈച്ച്, എവ്രി. സോ ഇത് ഇത്രയും ഡിസ്ട്രിബ്യൂട്ടീവ് adjectivesന്റെ examples ആണ്. As I said earlier, an adjective is a word which is used to describe, identify, modify, quantify nouns or pronouns. And now you have to learn about its degrees. Adjectives have 3 degrees that compare one thing to another. And these 3 degrees of adjectives express the intensity of adjective in increasing order. The 3 degrees of adjectives are positive, comparative and superlative. Positive degree. Positive degree is the base of the adjective and it denotes the mere existence of a quality. And examples of positive degree are: Tina is wearing a red dress, leopard runs fast, the big dog chased the cat, there are 4 pencils in the box. Adjectivesന് 3 ഡിഗ്രീസ് ആണുള്ളത്, പോസിറ്റീവും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് adjectiveന്റെ ബേസ് ഫോം ആണ് അല്ലെങ്കിൽ നോർമൽ ഫോം ആണ്. And comparative degree means it is used to compare one noun or pronoun to another noun or pronoun. In these instances, only 2 items are being compared. രണ്ട് ആളുകളെയോ രണ്ട് കാര്യങ്ങളെയോ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. വേർഡ്സ് ലൈക്ക് than and to are used after a comparative adjective in a sentence to show comparison of the 2 things. For example, this box is smaller than one I found. So ഇവിടെ ഞാൻ കണ്ടുപിടിച്ചതിനേക്കാളും ചെറിയ ബോക്സ് ആണിത് എന്ന് രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ എക്സാമ്പിൾ ആണ് നൗൺ അല്ലെങ്കിൽ നൗൺ ഓർ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് പ്ലസ് ദാൻ പ്ലസ് നൗൺ അല്ലെങ്കിൽ ഒബ്ജക്ട്. ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. റോഹൻ ഈസ് സ്മാർട്ടർ ദാൻ അഭിഷേക്. റോഹൻ അഭിഷേകിനേക്കാളും സ്മാർട്ടർ ആണ്. മൈ ഹെയർ ഈസ് ലോങ്ങർ ദാൻ മൈ സിസ്റ്റർ. എന്റെ അനിയത്തിനേക്കാളും നല്ല നീളമുള്ള മുടിയാണ് എന്റേത്. സോ ഞാൻ എന്നെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്റെ അനിയത്തിയുമായിട്ടാണ്. രണ്ടാളുകളെ കമ്പയർ ചെയ്യുന്ന ഡിഗ്രിയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. Superlative degree is used to compare 2 or more nouns and they are also used to compare one thing against the rest of a group. What I'm trying to say is that it expresses highest intensity. Means it expresses the highest intensity of a thing in comparison to other things. ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിനെ കാണിക്കാനായിട്ടാണ്, അതായത് ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. Words like of and in are used after a superlative adjective in a sentence. An article there should be used before a superlative degree when modifying a particular noun. For example, Rohan is tallest in the class. Rohan ആണ് ആ ക്ലാസ്സിലെ ഏറ്റവും പൊക്കമുള്ള ആള്.
ആൻഡ് ദിസ് റോഡ് ഈസ് ബിസിയസ്റ്റ് ഓഫ് ഓൾ ദി റോഡ്സ്. ഇവിടെ ഓഫ് എന്ന് വന്നാൽ കണ്ടില്ലേ, ബാക്കി എല്ലാ റോഡിനേക്കാളും ഏറ്റവും തിരക്കേറിയ റോഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഹയസ്റ്റ് ഇന്റൻസിറ്റി ആണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സാൻഡ്ര ഇസ് ദ മോസ്റ്റ് ഇന്റലിജന്റ് ഗേൾ ഇൻ ദ ക്ലാസ്. സാന്ദ്രയാണ് ആ ക്ലാസ്സിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മൈ ഹൗസ് ഇസ് ദ ലാർജസ്റ്റ് വൺ ഇൻ അവർ ഏരിയ. ഈ ഏരിയയിലെ ഏറ്റവും വലിയ ഹൗസ് എന്റേതാണ്. സോ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഹയസ്റ്റ് ക്വാളിറ്റീനെ കാണിക്കാനായിട്ടാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Adjectives formed from proper nouns have capital letters. Proper nounil നിന്ന് ഫോം ചെയ്ത adjectives എപ്പോഴും capital letters ആയിരിക്കണം. Only the demonstrative adjectives this and that have plural forms. These and those. The rest of the adjectives do not take a plural form when used with plural nouns. അതായത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ദേ ആർ യൂസ്ഡ് ടു പോയിന്റ് ഔട്ട് തിങ്സ് ദാറ്റ് ആർ ബീയിങ് റെഫേർഡ് ടു. വിവരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, സച്ച്, സെയിം. അപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയ ദിസിനും ദാറ്റിനും മാത്രമാണ് പ്ലൂറൽ ഫോംസ് ആയ ദീസ് ആൻഡ് ദോസ് ഉള്ളത്. ഓക്കെ, വേറെ ഒരു അഡ്ജക്റ്റീവ്സിനും പ്ലൂറൽ നൗൺസിന്റെ കൂടെ പ്ലൂറൽ ഫോം ഉണ്ടായിരിക്കില്ല. ദിസ് ടേബിൾ ഈസ് മൈൻ. ഈ ടേബിൾ എന്റെയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്ലൂറൽ ഫോം എന്താണ്? ദീസ് ടേബിൾസ്. ഈസിന്റെ പ്ലൂറൽ ആർ. ദീസ് ടേബിൾസ് ആർ മൈൻ. When more than one adjective is used before a noun, they are not separated by and. And if the last two adjectives are names of colors, they are separated by and. അതായത് ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് ഒരു നൗണിന് മുന്നേ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻഡ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, എ സ്മാർട്ട് യങ് ഗേൾ എന്റേർഡ് ദ റൂം വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കർട്ടൻസ്. ഇവിടെ സ്മാർട്ട് യങ് ഗേൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗേൾ എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് രണ്ട് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുള്ള കുട്ടിയാണ്? വളരെ പക്വതയുള്ള, സ്മാർട്ട് ആയിട്ടുള്ള, യങ് ആയിട്ടുള്ള, ചെറുപ്പക്കാരിയായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ സ്മാർട്ട് ആൻഡ് യങ് ഗേൾ എന്ന് പറഞ്ഞില്ല. എ സ്മാർട്ട് യങ് ഗേൾ entered the room with black and white curtains. So അതിന്റെ എൻഡ് ഭാഗം നോക്കുക. If the last two adjectives are names of colors, they are separated by and. ഏറ്റവും അവസാനം നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. Next is, when more than one adjective is used to modify a noun, they generally follow the sequence of number or quantity, quality, size or weight and then color. അതായത് ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത് നമ്മളൊരു നൗണിനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ എപ്പോഴും നമുക്കത് എത്ര എണ്ണം ഉണ്ടെന്നും അതിന്റെ നമ്പർ എന്താണെന്നും അതിന്റെ ക്വാണ്ടിറ്റി എന്താണെന്നും അതിന്റെ ക്വാളിറ്റി എന്താണ്, സൈസ് എന്താണ്, വെയിറ്റ് എന്താണെന്നുള്ളത് ആ ഒരു പാറ്റേണിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, എ പെയർ ഓഫ് ഗ്ലീമിംഗ് റെഡ് സിസേഴ്സ്. എ പെയർ അതിന്റെ നമ്പർ സൂചിപ്പിക്കുന്നു, ഗ്ലീമിംഗ് അതിന്റെ ക്വാളിറ്റി സൂചിപ്പിക്കുന്നു, റെഡ് കളറും സൂചിപ്പിച്ചു. എ പെയർ ഓഫ് ഗ്ലീമിംഗ് റെഡ് സിസേഴ്സ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അഡ്ജക്റ്റീവ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സം സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സ് എന്ന സെഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ലിറ്റിൽ, എ ലിറ്റിൽ ആൻഡ് ദ ലിറ്റിൽ. വാട്ട് ഡു യു മീൻ ബൈ ലിറ്റിൽ? The term little is used to express an uncountable noun's negative quantity, that is almost nothing, whereas a little means positive quantity, that is there is something. Little, a little, the little എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നെക്സ്റ്റ് ടു നത്തിങ്. ലിറ്റിൽ എന്ന് പറയുന്ന ടേം ഒരു നെഗറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് യൂസ്ഡ് ഫോർ അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. The wounded horse had little chance of surviving. മുറിവേറ്റ ആ കുതിരയ്ക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഒട്ടുമില്ല എന്നാണ് പറയുന്നത്. സോ ലിറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അതിന് നെഗറ്റീവ് മീനിങ് ആണ്. ഒന്നുമില്ല എന്ന അർത്ഥമാണ് ലിറ്റിലിനുള്ളത്. എ ലിറ്റിൽ, സം, thou, not much, used in the positive sense. A little means there is something. ഒരു പോസിറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അല്പമുണ്ട് അല്ലെങ്കിൽ കുറച്ചുണ്ട് എന്ന അർത്ഥം വരാനായിട്ടാണ് എ ലിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മണി ഹാഡ് സേവ്ഡ് എ ലിറ്റിൽ എമൗണ്ട് ഫോർ ദി പിൽഗ്രിമേജ്. ആ തീർത്ഥാടനത്തിന് വേണ്ടി കുറച്ച് പൈസ മണി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് എന്ന അർത്ഥം വരാനായിട്ടാണ് എ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. ദ ലിറ്റിൽ എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ടിനെ തന്നെ കാണിക്കാനാണ് യൂസ്ഡ് വിത്ത് എൻ അഡ്ജക്റ്റീവിയൽ ക്ലോസ്. അതായത് ഇപ്പം കുറച്ചേ ഉള്ളൂ, ആ കുറച്ചുള്ളത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ് എന്നർത്ഥം വരുമ്പോഴാണ് ദ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ലിറ്റിലും എ ലിറ്റിലും ദ ലിറ്റിലും എപ്പോഴും അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസ് ആണ്, ഒന്നുമേ ഇല്ല. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളത്
ഇതിലേക്ക് അങ്ങ് എടുത്തു എന്നർത്ഥം വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദ ലിറ്റിൽ ഷീ ഹാഡ് സേവ്ഡ് വാസ് ജസ്റ്റ് ഇനഫ് ഫോർ ദി ജേർണി. കുറച്ച് സേവ് ചെയ്ത് അത് മതിയായിരുന്നു ആ ഒരു ജേർണിക്ക് വേണ്ടി എടുക്കാനായിട്ട്. സോ ഇവിടെ കുറച്ച് എന്നർത്ഥം, അല്പമുള്ള ആ ബാലൻസ് ഉള്ള ആ ഒരു കുറച്ച് എന്നർത്ഥം വരുന്നതാണ് ദ ലിറ്റിൽ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊരു ജ്യൂസ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ ജ്യൂസ് മുഴുവനും ആ ബോട്ടിൽ മുഴുവൻ കുടിച്ച് തീർത്തേക്കുകയാണെങ്കിൽ ദർ ഇസ് ലിറ്റിൽ ലെഫ്റ്റ്, അതായത് അതിനകത്തൊന്നും ഇല്ല എന്ന് പറയുന്നതാണ്. അതേസമയം ആ ജ്യൂസിൽ ഇച്ചിരി ഉണ്ട്, അപ്പൊ അത് എ ലിറ്റിൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഇച്ചിരി ഉള്ളത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തു. സോ ദ ലിറ്റിൽ ജ്യൂസ് ലെഫ്റ്റ് ഇൻ ദാറ്റ് ബോട്ടിൽ വാസ് ഗിവൺ ടു വേറൊരാൾക്ക് നമ്മളത് കൊടുക്കുകയാണ്. ആ അർത്ഥം വരാനായിട്ടാണ് ദ ലിറ്റിൽ എന്നത് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഫ്യൂ, എ ഫ്യൂ ആൻഡ് ദ ഫ്യൂ. അത് ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ എന്ന് പറയുമ്പോൾ ദ ടേം ഫ്യൂ ഈസ് യൂസ് ടു എക്സ്പ്രസ് കൗണ്ടബിൾ നൗൺസ് ഇൻ എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. കൗണ്ടബിൾ നൗൺസിനെ കാണിക്കാനായിട്ടാണ് ഫ്യൂ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നുമില്ല, ലിറ്റിൽ പോലെ തന്നെ ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസ് ആണ്. ലിറ്റില് നമ്മൾ നെഗറ്റീവായിട്ട് അൺകൗണ്ടബിൾ നെഗറ്റീവ്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള നെഗറ്റീവ് ഇതിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് നത്തിങ്. Whereas a few means positive quantity. That means there is something. എന്തോ ഉണ്ട് എന്ന് കാണിക്കാനാണ് എ ഫ്യൂ. അതായത് കുറച്ചുണ്ട്, ഒരു സ്മോൾ നമ്പർ ഉണ്ടെന്ന് കാണിക്കാനാണ്. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് പോസിറ്റീവ്ലി യൂസ് ചെയ്തിരിക്കുന്നതാണ് എ ഫ്യൂ എന്ന് പറയുന്നത്. ഫ്യൂ റിവേഴ്സ് ലെഫ്റ്റ് അൺപൊല്യൂട്ടഡ് നൗ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ പുഴകളും ഇപ്പം പൊല്യൂട്ടഡ് ആണ്. അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ളതെന്ന് പറയാനായിട്ട് ഒരു പുഴകളും ഇല്ല. സോ ഫ്യൂ എന്ന് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് സെൻസിലാണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കൗണ്ടബിൾ നൗൺസിന്റെ കൂടാണ് ഫ്യൂ യൂസ് ചെയ്യുന്നത്. എ ഫ്യൂ എന്ന് പറയുന്നത് യൂസ്ഡ് പോസിറ്റീവ്ലി, കൗണ്ടബിൾ പോസിറ്റീവ്സിന്റെ കൂടെയാണ് എ ഫ്യൂ യൂസ് ചെയ്യുന്നത്. There were only a few minutes left for the train to leave the station. സ്റ്റേഷനിൽ നിന്ന് ആ ട്രെയിൻ പോകാനായിട്ട് കുറച്ച് സമയം കൂടെ ഉണ്ട്. സോ കുറച്ച് സമയം കാണിക്കാനായിട്ടാണ് എ ഫ്യൂ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫ്യൂ, എ സ്മോൾ നമ്പർ, അതും പോസിറ്റീവ് സെൻസിൽ സ്മോൾ നമ്പർ കാണിക്കാനാണ്. ഫോളോഡ് ബൈ ആൻ അഡ്ജക്റ്റീവിയൽ ക്ലോസ്. The child collected the few shells left on the seashore. ആ സീഷോറിൽ ഉണ്ടായിരുന്ന കുറച്ച് ഷെൽസും ആ ചൈൽഡ് അവിടെ നിന്ന് കളക്ട് ചെയ്തു എന്ന അർത്ഥം വരാനായിട്ടാണ് ദ ഫ്യൂ യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഞാൻ അതിന്റെ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി മെനി, മച്ച്, മെനി, എ അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. മെനി മീൻസ് എ ഗുഡ് നമ്പർ ഓഫ് തിങ്സ്, മച്ച് എ ഗുഡ് എമൗണ്ട് ഓഫ് തിങ്സ്, മെനി എ സെവറൽ. Used with uncountable nouns. Many എന്ന് പറയുന്നത് used with countable nouns. There were many houses in the place. And used much is used with uncountable nouns. Many, much, many, a എന്ന് പറയുമ്പോൾ many എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. There were many houses in the place. ആ റേസിൽ ഒരുപാട് ഹൗസസ് ഉണ്ടായിരുന്നു. മച്ച് എന്ന് പറയുന്നത് എ ഗുഡ് എമൗണ്ട് ഓഫ് തിങ്സ്, അതായത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. There was much more sugar in the tea than the coffee. ഷുഗർ എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ മച്ച് ഷുഗർ എന്നൊക്കെ പറയുന്നത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെനി എ എന്ന് പറഞ്ഞാൽ സെവറൽ, ഫോളോഡ് ബൈ എ നൗൺ ആൻഡ് എ വെർബ് ഇൻ സിംഗുലർ. മെനി എ വുമൻ ജഗ്ഗിൾസ് ഹെർ ഡിഫറെന്റ് റോൾസ് ഡെഫ്ലി. നെക്സ്റ്റ് ഈസ് ലേറ്റർ, ലേറ്റസ്റ്റ്, ലാറ്റർ ആൻഡ് ലാസ്റ്റ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്, ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയത്, റീസെന്റ്. ലാറ്റർ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു പൊസിഷൻ ഓർ ഓർഡർ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു എ സ്പെസിഫിക് പൊസിഷൻ ഓർ പോയിന്റ്. Later, the result of the debate competition will be announced later. Debate competitionന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യും. ഒരു ഇൻഡെഫിനിറ്റ് ടൈമാണ്, ഫ്യൂച്ചറിന്റെ ഒരു ഇൻഡെഫിനിറ്റ് ടൈമാണ് ലേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലേറ്റസ്റ്റ് റെഫേഴ്സ് ടു ദി മോസ്റ്റ് റീസെന്റ് ഇവന്റ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. The latest news regarding the school play was received with much protest. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലാറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് പേരുടെ കാര്യമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ലാറ്റർ എന്ന് പറയുന്നത് അവസാനം പറഞ്ഞ ആളെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ടാഷ ആൻഡ് സൃഷ്ടി ആർ ഫ്രണ്ട്സ്. ടാഷയും സൃഷ്ടിയും ഫ്രണ്ട്സ് ആണ്. ദ ലാറ്റർ ക്യാൻ സിംഗ് വെൽ, അതായത് രണ്ടാമത് പറഞ്ഞ ആൾക്ക് പാട്ട് പാടാൻ അറിയാം. ഇനി ലാസ്റ്റ് refers to a specific position or point. The last few minutes of the film had me biting my nail. ആ സിനിമയുടെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഞാൻ കൈ കടിച്ചിരുന്നു പോയി എന്ന് പറയാറില്ലേ. സോ അവിടെ ലാസ്റ്റ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു സ്പെസിഫിക് പോയിന്റിനെയാണ്. നെക്സ്റ്റ് ഈസ് എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ ആൻഡ് ഓൾഡസ്റ്റ്. Used only with persons members of the same family is elder. Ramu is the elder of the two siblings. And eldest used only with persons or members of the same family.
പവിത്രൻ ഇസ് ദ എൽഡസ്റ്റ് ബ്രദർ ഓഫ് ഓമന. ഏറ്റവും മൂത്തത് ഹയസ്റ്റ് ക്വാളിറ്റി കാണിക്കാനാണ് എൽഡസ്റ്റ് യൂസ് ചെയ്തത്. ആൻഡ് ഓൾഡർ യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് പേഴ്സൺ ആൻഡ് ഇനാനിമേറ്റ് ഒബ്ജക്ട്. നമുക്ക് എന്തും യൂസ് ചെയ്യാം. പേഴ്സൺ അല്ലെങ്കിൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയും കമ്പയർ ചെയ്യാനായിട്ട് ഓൾഡർ എന്ന് യൂസ് ചെയ്യാവുന്നതാണ്. സൗത്ത് ഡൽഹി ഈസ് ദ ഓൾഡ് പാർട്ട് ഓഫ് ന്യൂ ഡൽഹി. ആൻഡ് നെക്സ്റ്റ് ഈസ് ഓൾഡസ്റ്റ്, ഏറ്റവും പഴയതെന്ന് കാണിക്കാനാണ്. യൂസ് ടു ഡിസ്ക്രൈബ് പേഴ്സൺസ് ആൻഡ് ഇനാനിമേറ്റ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദി സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ, അതായത് ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്കൊരു പേഴ്സണിനെയോ ഇനാനിമേറ്റ് ഒബ്ജക്റ്റിനെയോ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദിസ് കോളേജ് ഇസ് ദ ഓൾഡസ്റ്റ് ഇൻ അവർ സിറ്റി. ഈ സിറ്റിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കോളേജ് ആണെന്നാണ് പറയുന്നത്. സോ ഇനി ടെക്സ്റ്റിലേക്ക് നോക്കുക, എന്നിട്ട് അഡ്ജക്റ്റീവ്സിന്റെ എല്ലാ പോയിന്റ്സും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ടെക്സ്റ്റൽ എക്സസൈസ് നിങ്ങൾ ചെയ്തു നോക്കുക. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ വെരി ഈസി ടോപ്പിക്, സോ ഡോണ്ട് വറി അബൌട്ട് ഗ്രാമർ. ഓക്കെ, സ്റ്റഡി വെൽ.